അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു താറാവ് കറിയാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു രുചിയേറിയ താറാവ് കറി. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, വീഡിയോയിലേക്ക് കിടക്കാം. ഒരു നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കിയ ഒരു താറാവ് കറി, നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു താറാവ് കറി. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 കിലോ താറാവിറച്ചിയാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പാണ് 3 കിലോ. എൻ്റെ കയ്യിൽ മെഷർ ചെയ്യാനായിട്ട് വെയിങ് മെഷീൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ കഴുകി നന്നാക്കിയ താറാവ് കുക്കറിനകത്തോട്ട് ഇട്ട്, കുക്കറിനകത്തും അല്ലാതെയും നിങ്ങൾക്ക് വേവിക്കാം. ഞാനിവിടെ കുക്കറിനകത്താണ് വേവിക്കുന്നത്. അപ്പോൾ കുക്കറിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല 2 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 കപ്പ് വെള്ളം. താറാവിൽ നിന്ന് വെള്ളം നന്നായി ഇറങ്ങും, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഒത്തിരി ചാറായിട്ട് വയ്ക്കാനാണ്, ഒത്തിരി വെള്ളം ആയിട്ട് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. മസാല അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയിട്ടാൽ മതി. അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് ഇത് അടുപ്പത്തോട്ട് വെക്കാം. അപ്പോൾ കുക്കറിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് ഈ ആവി പോകുന്നിടം വരെ നമ്മൾ കുക്കർ തുറക്കരുത്. മസാലക്കൂട്ടിനാവശ്യമായിട്ട്, ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ എന്താണ് എന്ന് നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 3 സവാള, പച്ചമുളക്, കറിവേപ്പില, ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് വേണ്ടത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ഇഞ്ചി, പച്ചമുളക് ചേർത്ത് വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് സോട്ട് ചെയ്യുക. പച്ചമണം പോകുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് സവാളയും കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അപ്പം സവാള നന്നായി വഴലണം, നന്നായി അത് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് നന്നായി വഴറ്റണം. ഒരു ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വഴറ്റണം. അപ്പോൾ നമുക്ക് സവാള നന്നായി ഇളക്കി കൊടുത്ത് വഴറ്റാം. അപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം വഴണ്ടിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്കൊന്ന് വഴറ്റാം. ആവശ്യത്തിന് വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് എല്ലാം 1.5 സ്പൂൺ വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ താറാവിറച്ചി വേവിച്ചപ്പോൾ കുക്കറിൽ ഓൾറെഡി നമ്മൾ മസാലകൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇതിലേക്ക്, ഈ ഗ്രേവിയിലേക്ക് വേണ്ട മസാലകൾ ചേർത്താൽ മതി. അപ്പോൾ പച്ചമണം മാറുന്നത് വരെ പൊടികൾ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച താറാവിറച്ചി ഇതിലകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമണം മാറിയിട്ടുണ്ട്, നമുക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചാറ് ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് അപ്പത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ചാറ് ഇരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1-ാം പാലാണ് ചേർക്കുന്നത്, 2-ാം പാൽ ഞാൻ എടുത്തിട്ടില്ല. നന്നായി കുറുകിയ 1.5 കപ്പ് പാല്, നന്നായി കുറുകിയ 1.5 കപ്പ് പാലാണ്, തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൽ കിടന്ന് മസാലയിൽ കിടന്ന് വെന്ത താറാവിറച്ചി ഒന്ന്
നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്ന് ഒരു തിള വരുന്നത് വരെ നോക്കി നമുക്ക് ഇറക്കി വയ്ക്കാം. നമ്മുടെ താറാവ് കറി ഇവിടെ റെഡിയാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ അത് ചോറിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മീ.